ഹലോ, ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലെ സുരക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രദർശിപ്പിക്കൽ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ അറിവും പാലിക്കാനും വ്യക്തിയുടെയും മെഷീന്റെയും സുരക്ഷ ഉറപ്പാക്കാനും ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷാ മുൻകരുതൽ ലിസ്റ്റ് ചെയ്യാനും ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വിവരിക്കാനും ഹൈഡ്രോളിക് മെയിൻ്റനൻസിന്റെ ശരിയായ സമ്പ്രദായങ്ങൾ ആസൂത്രണം ചെയ്യാനും തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് കഴിയും. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളെ അനുക്രമമായ വിധത്തിൽ സൂക്ഷിക്കുന്നതാണ് ചുരുക്കരൂപത്തിൽ കാണാനും കഴിയും. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ചർമ്മത്തിന് ചൊറിച്ചിൽ, തീപിടുത്തം, പൊട്ടിത്തെറി, പാരിസ്ഥിതിക അപകടം, തെന്നലുള്ള ജോലിസ്ഥലം പോലുള്ള നിരവധി ആപ്തകരമായ കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. എന്നാൽ പല മെഷീനുകളും പ്രവർത്തിക്കാൻ ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ ആവശ്യമാണ്. അതിനാൽ ഈ ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതലുകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അപായ സാധ്യതകൾ സംബന്ധിച്ച ശരിയായ അറിവ് ഉണ്ടായിരിക്കുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിലുള്ള പ്രവർത്തനം സുരക്ഷിതമാക്കും. ചർമ്മത്തിനുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ദേഹത്ത് പറ്റിയാൽ ഉടൻ കഴുകിക്കളയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വസ്ത്രം വൃത്തിയാക്കി വെക്കേണ്ടതും അത്യാവശ്യമാണ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ധരിക്കുന്നതും സഹായകരമാണ്. പാരിസ്ഥിതിക അപകടങ്ങൾ ഒഴിവാക്കാൻ ബയോഡിഗ്രേഡബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഓപ്ഷനുണ്ട്. ഇത് ചിലവേറിയതാണ്. തീപിടുത്തം ഒഴിവാക്കാൻ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൽ മുക്കിയ മെറ്റീരിയലുകളും ഫ്ലൂയിഡുകളിൽ നന്നായി അടച്ച മെറ്റൽ കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കുകയും ശരിയായ സ്ഥലങ്ങളിൽ കളയുകയും വേണം. ചോർച്ചകൾ പരിശോധിക്കാൻ കാർഡ്ബോർഡ് ഉപയോഗിക്കുക. ഹൈഡ്രോളിക് ചോർച്ചകൾ നോക്കാൻ കൈകളോ വിരലുകളോ ഒരിക്കലും ഉപയോഗിക്കരുത്. തെന്നലിനുള്ള അപകട സാധ്യത ഒഴിവാക്കി ഒരു വൃത്തിയുള്ള ജോലിസ്ഥലം പരിപാലിക്കുക. നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ചർമ്മ സമ്പർക്കമോ നേത്ര സമ്പർക്കമോ ഒഴിവാക്കാൻ കെമിക്കലിനെ പ്രതിരോധിക്കുന്ന ഗ്ലൗസും സ്പ്ലാഷ് ഗോഗിളുകളും ഒരു കെമിക്കൽ പ്രതിരോധ ഏപ്രണും ഉപയോഗിക്കുക. പൂർണ്ണമായ പരിശീലനം ലഭിക്കുന്നതുവരെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഒരിക്കലും ജോലി ആരംഭിക്കരുത്. ഹൈഡ്രോളിക് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിശോധിക്കാം. ആളുകൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളിലെ കെമിക്കലുകളുമായി സമ്പർക്കത്തിൽ വരാം. ശ്വസനം, ഉള്ളിലെത്തൽ അല്ലെങ്കിൽ സ്പർശം കാരണം കെമിക്കലുകളുമായുള്ള സമ്പർക്കം സംഭവിക്കാം. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് ചർമ്മത്തിന് ചൊറിച്ചിലോ കൈകൾക്ക് ദുർബലതയോ അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉള്ളിലെത്തുന്നത് ആന്തരിക രക്തസ്രാവം, ന്യൂമോണിയ അല്ലെങ്കിൽ മരണത്തിന്റെ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുരുതരമായ അപായങ്ങൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ശ്വസിക്കുന്നതിലൂടെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉള്ളിൽ കടക്കുന്നതിന് സമാനമായി ഫ്ലൂയിഡുകൾ അബദ്ധവശാൽ ചർമ്മത്തിൽ കുത്തിവയ്ക്കപ്പെടുകയും ചെയ്യാം. ഉയർന്ന മർദ്ദമുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ഹോസ് വിച്ഛേദിക്കപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ടോക്സിക് ഫ്ലൂയിഡുകൾ ലീക്കാവുകയും ചർമ്മത്തിൽ കുത്തിവയ്ക്കപ്പെടുകയും ചെയ്യും. ഹൈഡ്രോളിക് പൈപ്പിൽ ഒരു ചോർച്ചയുണ്ടായിരിക്കുകയും ആരുടെയെങ്കിലും കൈ അവിടെ തട്ടുകയും ചെയ്താൽ 2000 PSIയിൽ അവ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ഒരു കുത്തിവയ്പ്പിന് എളുപ്പം വിധേയമാക്കാം. ഇത് സംഭവിച്ചതായി നമ്മൾ അറിയണമെന്ന് കൂടിയില്ല. ഹൈഡ്രോളിക് ഫ്ലൂയിഡിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉയർന്ന താപനിലയിലേക്ക് ചൂടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.
മിക്ക പെട്രോളിയം അധിഷ്ഠിത ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളും തീപിടിക്കുന്നതും അതുവഴി പൊട്ടിത്തെറികളും ആളിക്കത്തലുകളും ഉണ്ടാകുമെന്നതും വ്യക്തമാണ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ മറ്റൊരു അപായ സാധ്യത ഹൈഡ്രോളിക് ഹോസിലോ പൈപ്പിലോ ചോർച്ചയുണ്ടാകുമ്പോൾ ഫ്ലൂയിഡുകളുടെ കെമിക്കലുകൾ മണ്ണിൻ്റെ മുകളിൽ തുടരുകയോ താഴേക്ക് അടിയുകയോ ചെയ്യാമെന്നതാണ്. കെമിക്കലുകൾ ജലാശയത്തിൽ കലർന്നാൽ അവ താഴേക്ക് അടിയും. അത്തരം സാഹചര്യത്തിൽ കെമിക്കലുകൾ 1 വർഷത്തിൽ കൂടുതൽ അവിടെ തുടരാം. ജലജീവികൾ വിഷമുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അകത്തു ചെന്ന് രോഗബാധിതരാവുകയോ ചാവുകയോ ചെയ്യാം. അല്ലെങ്കിൽ ഭക്ഷ്യശൃംഖലയെ ദോഷകരമായി ബാധിക്കുന്ന മറ്റെന്തെങ്കിലും സംഭവിക്കാം. ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളുടെ വഴുവഴുപ്പുള്ള സ്വഭാവം ഒരു അപകടമോ പ്രശ്നമോ പോലെ തോന്നില്ലെങ്കിലും തുളുമ്പൽ ഒരു തെന്നിവീഴലിന് ഇടയാക്കാം. കൂടാതെ ഒരു വ്യക്തിയുടെ കൈകളിൽ ഫ്ലൂയിഡ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മെഷീനിൽ കയറുമ്പോൾ തെന്നി വീഴാൻ ഇടയാക്കാം. ഓപ്പറേറ്റർക്ക് സ്റ്റിയറിംഗ് നിയന്ത്രണം നഷ്ടപ്പെടാനും ഇത് കാരണമാകാം. ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിനുള്ളിലെ ഉയർന്ന മർദ്ദം കാരണം വിച്ഛേദിക്കപ്പെടുകയും ചലിക്കുന്നതുമായ ഹൈഡ്രോളിക് ഹോസിന്റെ ആഘാതശക്തി ഉരച്ചിലുകൾ, താൽക്കാലിക ബോധക്കേട്, ചതവ്, ഫ്രാക്ചറുകൾ, ലസറേഷനുകൾ എന്നിവയ്ക്ക് കാരണമാകാം. ശരിയായ മെയിൻ്റനൻസും മികച്ച പ്രീ ഷിഫ്റ്റ് എക്യുപ്മെന്റ് പരിശോധനകളും ഈ അപായ സാധ്യതകൾ കുറയ്ക്കും. ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ പൊതുവായ മെയിൻ്റനൻസ് നടപടിക്രമങ്ങൾ നമുക്ക് നോക്കാം. യുക്തിസഹമായ വിധത്തിൽ ട്രബിൾ ഷൂട്ടിംഗ് നടത്തുന്നതിലൂടെ മിക്ക ഹൈഡ്രോളിക് സിസ്റ്റം പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. ട്രബിൾ ഷൂട്ടിംഗ് നടത്തുമ്പോൾ സുരക്ഷയ്ക്കായിരിക്കണം പ്രഥമ പരിഗണന. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നതിന് എക്യുപ്മെന്റ് പരിശോധിക്കുകയും ഓപ്പറേറ്ററോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുക. ഹൈഡ്രോളിക് സിസ്റ്റങ്ങൾ വളരെ ഉയർന്ന മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത്. മർദ്ദമുള്ള സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഭാഗം തുറക്കുന്നതിന് മുൻപ് സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് സിസ്റ്റം പ്രഷർ ഒഴിവാക്കുക. ഉയർന്ന മർദ്ദത്തിലുള്ള ചോർച്ചയിൽ നിന്നുള്ള പുറന്തള്ളൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗവുമായി ബന്ധപ്പെടാൻ അനുവദിക്കരുത്. കാരണം ഗുരുതരമായ ഇഞ്ചക്ഷൻ പരിക്കുകൾക്ക് ഇത് ഇടയാക്കാം. പമ്പുകൾ, വാൽവുകൾ, മോട്ടോർ എന്നിവ ചൂടായേക്കാം. നഗ്നമായ ചർമ്മവും ചൂടുള്ള പ്രതലങ്ങളും തമ്മിൽ ആകസ്മികമായ സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സിസ്റ്റത്തിന്റെ ചലിക്കുന്ന ഭാഗങ്ങളിൽ കൈകളും വസ്ത്രങ്ങളും സ്പർശിക്കാതിരിക്കാൻ കരുതലെടുക്കുക. ഇനി നമുക്ക് ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ അടിസ്ഥാന മെയിൻ്റനൻസ് നോക്കാം. ആഴ്ചയിൽ ഒരിക്കൽ സിസ്റ്റത്തിന്റെ പ്രകടനവും പൊതുവായ അവസ്ഥയും പരിശോധിക്കുക. റിസർവോയറിലെ ഓയിൽ ലെവൽ സൈഡ് ഗ്ലാസിൽ ശരിയാണോ എന്ന് പരിശോധിക്കുക. അഥവാ ഇത് ചെയ്യുമ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടർ പൂർണ്ണമായി പിന്നിലേക്ക് വലിക്കണം. പുതിയ ഓയിലിന്റെ സാമ്പിളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓയിലിന്റെ നിറം പരിശോധിക്കുക. റിസർവോയർ കവർ, സോളിനോയിഡുകൾ, പൈപ്പ് കണക്ഷനുകൾ എന്നിവയിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിച്ച് ആവശ്യാനുസരണം മുറുക്കുക. ഫിൽറ്ററുകളിലെ സൂചകം പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഘടകങ്ങൾ മാറ്റിസ്ഥാപിക്കുക. ഘടകങ്ങൾ മാറ്റുമ്പോൾ ഭാവിയിൽ ഉണ്ടാകാവുന്ന യൂണിറ്റ് തകരാറിന്റെ സൂചനകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉദാഹരണത്തിന് ലോഹ കണകങ്ങൾ. അംഗീകൃതമല്ലാത്ത ഇടപെടലുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ റിലീഫ് വാൽവ് ലോക്കുകൾ സൂക്ഷ്മ പരിശോധന നടത്തുക.
അക്യുമുലേറ്റർ പ്രീചാർജ് അഥവാ ഫിറ്റ് ചെയ്തെടുത്ത് പരിശോധിക്കുക. വർഷം തോറും അല്ലെങ്കിൽ ഓരോ 3000 പ്രവർത്തന മണിക്കൂറിലും എല്ലാ മൗണ്ടിംഗ് ബോൾട്ടുകളുടെയും മുറുക്കം പരിശോധിക്കുക. പമ്പിൽ നിന്ന് അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് കപ്ലിംഗ് ഗാർഡുകൾ നീക്കം ചെയ്യുക. ഫ്ലെക്സിബിൾ കപ്ലിങ്ങുകൾക്ക് തേയ്മാനം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ റബ്ബർ സ്ലീവ് മാറ്റുക. ഓയിൽ ലീക്കുണ്ടോ എന്ന് അറിയാൻ എല്ലാ വാൽവും പമ്പും ആക്ച്വേറ്ററുകളും പരിശോധിക്കുക. ആവശ്യമെങ്കിൽ സീലുകൾ നീക്കം ചെയ്ത് മാറ്റുക. ഫില്ലർ ബ്രീത്തർ, സക്ഷൻ ഫിൽറ്റർ, സിസ്റ്റം ഫിൽറ്റർ, എലമെന്റ് എന്നിവയുടെ വൃത്തി പരിശോധിച്ച് ആവശ്യമെങ്കിൽ മാറ്റുക. കൂളർ പരിശോധിച്ച് ഘടകം ക്ലീൻ ചെയ്യുക. ആവശ്യമെങ്കിൽ സീലുകൾ മാറ്റുക. റിസർവോയറിലെ ഓയിലിന്റെ ഒരു സാമ്പിൾ എന്തെങ്കിലും കണങ്ങൾ അടിഞ്ഞ് മലിനമായിട്ടുണ്ടോ എന്നറിയാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ശുപാർശ ചെയ്ത റിസർവോയർ ഡ്രെയിൻ ചെയ്ത് ടാങ്കിന്റെ ഇന്റീരിയർ വൃത്തിയാക്കുക. ആവശ്യമെങ്കിൽ ശരിയായ തരം പുതിയ ഓയിൽ ഉപയോഗിച്ച് റീഫിൽ ചെയ്യുക. ഹൈഡ്രോളിക് സിസ്റ്റം ഓരോ 3000 പ്രവർത്തന മണിക്കൂറിലും അല്ലെങ്കിൽ കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലും സർവീസ് ചെയ്യുന്നത് നിർദ്ദേശിക്കുന്നു. വ്യക്തമായിരിക്കുന്ന കാലയളവിൽ കൂടുതൽ തുടർച്ചയായി പ്രവർത്തിപ്പിക്കുന്നത് ചീത്തയാകലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഹൈഡ്രോളിക് പമ്പ്, വാൽവുകൾ, ആക്ച്വേറ്റർ മുതലായവ പോലുള്ള ഘടക ഭാഗങ്ങൾക്ക് തകരാറുണ്ടാക്കുകയും ചെയ്യുന്നു. 90% കൂടുതൽ ഹൈഡ്രോളിക് സിസ്റ്റം തകരാറുകളും ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മലിനമാകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മലിനമാകൽ തോത് കുറയ്ക്കാൻ പതിവായ അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുള്ള മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റങ്ങളിലെ സുരക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവ് പ്രദർശിപ്പിക്കൽ സംബന്ധിച്ച ഈ സെഷന്റെ അവസാനത്തിലെത്തി. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈഡ്രോളിക് സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ അറിവും പാലിക്കാനും വ്യക്തിയുടെയും മെഷീന്റെയും സുരക്ഷ ഉറപ്പാക്കാനും ഹൈഡ്രോളിക് ഫ്ലൂയിഡുകളിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷാ മുൻകരുതൽ ലിസ്റ്റ് ചെയ്യാനും ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ ബന്ധപ്പെട്ട അപായ സാധ്യതകൾ വിവരിക്കാനും ഹൈഡ്രോളിക് മെയിൻ്റനൻസിന്റെ ശരിയായ സമ്പ്രദായങ്ങൾ ആസൂത്രണം ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയും.